നമസ്കാരം. നടൻ സിദ്ദീഖിനെതിരെ യുവനടി നൽകിയ പരാതിയുടെ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം. തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് സിദ്ദീഖിനെതിരെ സുപ്രധാന തെളിവുകൾ പോലീസ് ശേഖരിച്ചത്. പരാതിക്കാരി പറഞ്ഞ ദിവസം സിദ്ദീഖ് മാസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നതിന്റെ തെളിവായി ഹോട്ടലിലെ രജിസ്റ്റർ പോലീസിന് ലഭിച്ചു. 2016 ജനുവരി 28 സിദ്ദീഖ് മാസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു. അന്നേ ദിവസമാണ് സിനിമയുടെ പ്രിവ്യൂ നടന്നത്. പ്രിവ്യൂ നടന്ന ദിവസം ഹോട്ടലിൽ വിളിച്ചു വരുത്തി സിദ്ദീഖ് തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് യുവനടിയുടെ പരാതിയിൽ പറയുന്നത്. നിള തിയേറ്ററിൽ സിദ്ദീഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോഴാണ് കണ്ടതെന്നും ഇതിനുശേഷം സിനിമ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നുമാണ് പരാതിക്കാരിയുടെ മൊഴി. യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് സിദ്ദീഖിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കന്റോൺമെന്റ് എസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹോട്ടലിലെത്തി തെളിവുകൾ ശേഖരിക്കുന്നത്. പരാതിക്കാരി ഹോട്ടലിൽ എത്തിയതിനുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. സമൂഹ മാധ്യമങ്ങളിലൂടെ നേരത്തെ നടി വിഷയം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും കൂസാതെ യുവനടിയെ വെല്ലുവിളിച്ച സിദ്ദീഖ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചു. ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ സിദ്ദീഖിന്റെ പേരെടുത്ത് പറഞ്ഞ് ആരോപണം ആവർത്തിച്ചത്. പിന്നാലെ താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖ് രാജിവയ്ക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.